തുർക്കി എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രങ്ങളിലൊന്നാണ്. നാറ്റോ സഖ്യത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ കണ്ടില്ലേ അവിടെ കള്ളക്കളി കളിക്കുന്നത്. നമ്മളവിടെ ഭൂകമ്പത്തിന് സഹായം എല്ലാം കൊടുക്കുക, എല്ലാവിധം നമ്മളിവിടുന്ന് പാക്കേജ് ടൂറുകൾ അങ്ങോട്ട് പോയി പൈസ അവരുടെ രാജ്യത്ത് പണം മുടക്കുക, നല്ല വരുമാനം ഉണ്ടാക്കിയെടുക്കുക. എന്ന് നന്ദികെട്ട ആ രാഷ്ട്രം പാകിസ്ഥാനിൽ വന്നിട്ട് കള്ളത്തരത്തിൽ കൂടെ നേരിട്ട് ഞങ്ങളിതിൽ പങ്കെടുക്കുകയാണെന്ന് പറയാതെ അവിടെ 300ഓളം ഡ്രോണുകളാണ് ഇന്ത്യക്ക് നേരെ അയച്ചത്. ഒറ്റയൊരെണ്ണം ഫലം കണ്ടില്ല. കാരണം നമ്മൾ സോവിയറ്റ് നിർമ്മിത എയർ കമാൻഡ് സിസ്റ്റം കൊണ്ട് അതിനെ മുഴുവൻ ചെറുത്തു, തടുത്തു, നശിപ്പിച്ചു. തകർന്ന് ഭൂമിയിൽ വീണ് ഇന്ത്യയുടെ മണ്ണിൽ തന്നെ പതിച്ചു. ഒരു ഡാമേജും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പാകിസ്ഥാൻ ഒരു തെളിവും ഹാജരാക്കാനും കഴിഞ്ഞില്ല. അതാണ് തുർക്കിയുടെ ശേഷി എന്ന് പറയുന്നത്. ഇവിടെ സംഭവിച്ചിരിക്കുന്ന അവർ 2 കപ്പലുണ്ടായിരുന്നു. കെയ്റോസ് എന്ന് പറയുന്ന കപ്പൽ. ആ കപ്പലിൽ തീയുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുകയാണെന്ന് റഷ്യ പറയുന്നു. മറ്റേത് വിരാട്. വിരാട് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ പേരാണ്. വിരാട് പുരുഷൻ കേട്ടിട്ടില്ലേ? വിരാട് എന്ന് പറയുന്നത് നമ്മുടെ നരേന്ദ്രമോദി എപ്പോഴും പറയുന്നത് വിരാട് എന്ന് പറയുന്ന ആ പേരെപ്പോഴും പറയും. വിരാട് ഭാരതം എന്നൊക്കെയാണ് പറയുന്നത്. വീരപുരുഷൻ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ആ പേര് തന്നെയാണ് റഷ്യൻ ഭാഷയിലുള്ള വാക്യേ അല്ലത്. ആ പേര് ഇന്ത്യൻ പേരാണ്. തീർച്ചയായിട്ടും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദം, ഇതിൽ എന്തെങ്കിലും ഒരു സഹായം, നമ്മൾ തമ്മിലുള്ള ഒരു എന്തെങ്കിലും ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും കൈമാറ്റം അല്ലെങ്കിൽ വിനിമയം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ കപ്പലിന്. ഇതാണ് തുർക്കിക്ക് സഹിക്കാതെ വന്ന പ്രധാനപ്പെട്ട കാര്യം.